ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് കാണാവോടെ? ആ ഇന്ത്യൻ 2 സീറോ ടോളറൻസ് എടുത്ത് പറയണം. ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കും സീറോ ടോളറൻസ് ആണെന്ന്. അൺസൈക്കബിളായി പോയടേ. ഹോ ശങ്കർ ഫിലിം. ശങ്കറിനെ അറിയാത്തവരായിട്ട് ആരും കാണൂലല്ലോ, അറിയാം. ഇതിൻ്റെ പ്രീക്വലായ ബ്രഹ്മാണ്ഡ പടം ഇന്ത്യൻ. എന്തിരൻ 2.0 ശോകമാണെങ്കിലും 2.0 സൈഫൈ VFX പരിപാടിയൊക്കെ വെച്ച് കിടിലായിരുന്ന ഒരു പടം. പിന്നെന്തിടെ മറ്റേ ഇത് ശിവാജി, നൻപൻ തുടങ്ങിയ പടങ്ങളെല്ലാം എടുത്ത ആൾ ശങ്കർ സാറെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങേറെ ഇന്ത്യൻ്റെ സീക്വലായ സിനിമ ഇന്ത്യൻ 2. അപ്പോൾ ഇന്ത്യനെ കുറിച്ചൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഇന്ത്യൻ എന്താണെന്ന് അറിയാത്തവർക്ക്. സേനാപതി എന്ന് പറഞ്ഞൊരു ഫ്രീഡം ഫൈറ്റർ ഉണ്ടായിരുന്നു. പുള്ളി രാജ്യത്തിന് വേണ്ടി പോരാടി, രാജ്യത്തിന് മറ്റേ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തു. പിന്നീട് ഒരവസ്ഥയിൽ എല്ലാവരും അത് മിസ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു. കറപ്ഷൻ നടത്തുന്നവർക്കൊക്കെ ഭയങ്കര എതിരായിട്ടുള്ള പുള്ളി. കറപ്ഷൻ ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ് നടക്കണ പുള്ളി. സ്വന്തം മോൾക്ക് ഒരു തീപിടുത്തമേറ്റ് ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ കൈക്കൂലി വാങ്ങിച്ചത് കൊണ്ട് കൈക്കൂലി കൊടുക്കാതെ മോളെ ബലിയർപ്പിച്ച പുള്ളി. കൈക്കൂലി വാങ്ങിക്കൊണ്ടിരുന്ന എന്തിടെ ബ്രേക്കിംഗ് ഇൻസ്പെക്ടറാ, ക്ലച്ചിൻ്റെ ഇൻസ്പെക്ടറാ എന്തിനോ ആയ ഒരു മോൻ. കമലഹാസൻ തന്നെ റോളും ചെയ്ത ചന്ദ്രു എന്ന് പറഞ്ഞ ആ മോനെയും കൊന്ന പുള്ളി. എന്നിട്ട് അവസാനം ആ സിനിമയിൽ മുങ്ങിയിട്ട് ഇന്ത്യക്ക് സാവേ കിടയാതെന്ന് പറഞ്ഞ് നടന്ന പുള്ളി. ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു പടം ദാറ്റ് വാസ് എ ക്ലാസിക് ഹിറ്റ്. അത് പറയാതിരിക്കാൻ വയ്യ. ഈ പടം ഏത് റേഞ്ചിലാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാമെങ്കിലും പക്ഷെ ആ പടത്തിൻ്റെ തട്ട് എന്നും താന്ന് തന്നെ ഇരിക്കും. മണിച്ചിത്രത്താഴം ഗീതാഞ്ജലിയൊക്കെ വെച്ച് നോക്കും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒന്നും വെച്ചൊന്നും പറയുന്നില്ല. ഈ പടം പെറ്റ തള്ള സഹിക്കൂലടെ. ഞാൻ പോയിരുന്ന് തുടക്കമൊക്കെ മറ്റേ എന്തൊരു സാധാരണ കറപ്ഷൻ സാധനങ്ങളും, ജോലിയില്ലാത്ത പേരിലുള്ള തർക്കുലൈ, ലോൺ അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ തർക്കുലൈ, അങ്ങനെ തർക്കുല അറിയാലോ, സൂയിസൈഡ്, അങ്ങനെ കുറേ തർക്കുലകൾ അങ്ങനെ നടക്കുന്നു. ഇതിൻ്റെ പേരിൽ യൂട്യൂബിൽ മറ്റേ മാസ്ക്ഡായിട്ട് ഒരു 3 പയ്യന്മാർ ഒരു പെണ്ണും കൂടി വീഡിയോ ചെയ്യുന്നു. അവരുടെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കോണ്ടൻ്റൊക്കെ ഒരു സർക്കാസ്റ്റിക് രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്ത് അവരങ്ങ് റീച്ചിൽ കയറുന്നു. അതിലൊരാളാണ് സിദ്ധാർത്ഥ്. പടത്തിലുണ്ട്, ഉടനീളം പടത്തിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ പടത്തിൽ ഏറ്റവും കുറവ് റോളുള്ള കമലഹാസനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കൂടിപ്പോയാൽ 30-40 മിനിറ്റ് ഉണ്ടാവുള്ളൂ 3 മണിക്കൂർ സിനിമയിൽ. പിന്നീട് ബോബി സിംഹയുണ്ട്, എന്തരനോ വേണ്ടി തിളക്കണ സാമ്പാർ എന്നൊക്കെ പറയണ പോലെ. പിന്നെ വേണുചേട്ടൻ, നെടുമുടി വേണുചേട്ടൻ, പുള്ളീൻ്റെ AI അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വിവേകിൻ്റെ AIനെ കാണിച്ചിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല അങ്ങനെയാണ് ഇരുന്നത്. AI നല്ല ശോകമായിട്ടാണ് AI കുറേ ഇടത്തൊക്കെ ഇരുന്നത്. നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഉണ്ടാക്കിയതാടെ ഇതെന്ന് എഴുതി വെച്ചിരിക്കുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അന്ന് AR റഹ്മാൻ ആണെങ്കിൽ ഇന്ന് അനിരുദ്ധാണ് ചെയ്തിരിക്കുന്നത്. മച്ചാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പണ്ണി വിട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ലേ, മറ്റേ പാര വീര അവസാനമുണ്ട്, ഒരു കാര്യമില്ല. പിന്നെ മറ്റേ കം ബാക്ക് ഇന്ത്യൻ ആ സാധനം കേൾക്കാൻ കൊള്ളാമായിരുന്നു. ആ ഒരു പോർഷൻ വാസ് ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ആ ഒരു സാധനം ഞാൻ ഇങ്ങനെ ഒരു ഓണായിട്ടിരുന്നാണ് കണ്ടത്. പക്ഷെ മൂഡ് ഓഫ് ആയിപ്പോയി അത് കഴിഞ്ഞതിന് ശേഷം. പിന്നെ എന്നിട്ട് താത്ത വരാറ്, ബലിയിടാൻ വരാറ്. പിന്നെ അവസാനം ഇന്ത്യൻ 3ന്റെ ട്രെയിലർ കാണിച്ചിട്ടാ ചത്തട്ട് റീത്തൊക്കെ ശവത്തിൻ്റെ മുകളിൽ, അത് കണക്കുള്ള ഒരു ഫീൽ. എന്തൊരു പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഉലകനായകൻ ഫാൻസ് പൊങ്കാല ഇടാൻ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് തോന്നിയ കാര്യമുള്ളൂ. കാരണം ആ കൽക്കി എന്ന് പറഞ്ഞ സിനിമയിൽ അവസാനത്തെ കുറച്ച് കമൽഹാസൻ പോർഷൻസ് കണ്ട് രോമാഞ്ചം കൊണ്ട എനിക്ക്
ഈ പടം ടോട്ടലി ഒരു ഡിസാസ്റ്റർ അനുഭവമായിട്ട് തോന്നി. എനിക്ക് അറിഞ്ഞുകൂടാ എന്തരാണ് അവർ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ശങ്കർ വേറെ ആരെയും കൊണ്ട് എഴുതിപ്പിച്ചാന്ന് തോന്നുന്നു. പിന്നെ എസ് ജെ സൂര്യ, എൻ്റെ ദൈവമേ, അങ്ങേര് പടത്തിലുണ്ട്. പുള്ളി സെറ്റിൽ മറ്റേ എന്തരോ കമലഹാസനെ കാണാൻ പോയപ്പോൾ ശങ്കർ പിടിച്ച് അഭിനയിപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഒന്നുമില്ല, ചുമ്മാ വരിക പോവുക. അപ്പം ഈ ഇന്ത്യ എന്ന് പറയുന്ന സിനിമയിൽ അങ്ങേർക്ക് 72 വയസ്സ് എന്തരം ഉണ്ട്. അതിൻ്റെതായ ലുക്കും മേക്കപ്പും പുള്ളിക്ക് എന്താണ് പറ്റുന്നത് അതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് അവിടെ കാണിച്ച് പോയിരിക്കുന്നത്. പിന്നീട് പറയാനാണെങ്കിൽ മറ്റേ ഈ എന്തരടെ ജേർണലിസ്റ്റിന്റെ മുറിയിൽ, ജേർണലിസം പെട്ടെ ആ മീഡിയാസിന്റെ ഒരു വലിയൊരു മുറിയില്ലടെ, അവിടെ നിന്ന് മറ്റേ ഷൂട്ടൊക്കെ ചെയ്ത് നാടിൽ നീളെ വെല്ലുവിളിച്ച് നാടിന്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ ചെയ്ത ഒരു സാധനത്തിന്റെ ഒരു 2-3 വേരിയന്റ് ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കൊരു ഇമ്പാക്റ്റ് ഇല്ലാത്ത തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്, ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്, ഒടുക്കാൻ കാണിക്കുന്നുണ്ട്, കുറെ ഇടത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത രീതി കാണിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ലിപ്സിങ്ക് ശരിയാവാത്ത കൊണ്ടാണോ പുള്ളിയൊന്നും മിണ്ടാത്ത കൊണ്ടാണോ എന്താണെന്നറിയില്ല, നമുക്ക് ചുമ്മാ ഡയലോഗ് മാത്രം ഡബ്ബേത് കേട്ടോണ്ടിരിക്കാം, ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, ഒരു കാര്യമില്ല അണ്ണ. പിന്നെ ഈ എടുത്തു വെച്ച ക്യാമറമാനെ ശരിക്കും സംഭവിക്കണം, പിന്നെ നാക്കുടക്കി സമ്മതിക്കണം, നല്ല ക്വാളിറ്റി റിച്ച് ഫ്രെയിംസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം മറ്റേ പടം ഫിലിമിൽ എടുത്ത പടമാണ്, ഈ പടത്തിലോട്ടാകുമ്പോഴത്തേക്കും ക്വാളിറ്റി വൈസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ അന്ന് അങ്ങേർക്ക് 72 വയസ്സ് പുള്ളി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങേർക്ക് 100 എത്ര വയസ്സുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഡയറക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൂസി ജിയാൻ അങ്ങനെ എന്തോ പറഞ്ഞ ചൈനയിലൊരു മാർഷൽ ആർട്ടിസ്റ്റ് മാസ്റ്റർ ഉണ്ട്. പുള്ളീൻ്റെ ഒരു ജീവിതം എന്ന് പറയുകയാണെങ്കിൽ പ്രോപ്പർ ഫുഡ്, കറക്റ്റ് ഉറക്കം, കറക്റ്റ് മെഡിറ്റേഷൻ, ഇതൊക്കെ കൊണ്ടാണ് പുള്ളി 120 വയസ്സിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നതെന്നാണ് ശങ്കർ പറയുന്നത്. ആ ഒരു ആളെ റെഫർ ചെയ്താണ് ഈ പടത്തിലോട്ട് കമലഹാസനെ ഇതാക്കി, ആ ഒരു റെഫറൻസാണ് പിടിച്ചിരിക്കുന്നതെന്നാണ് അങ്ങേര് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എടാ എന്തൊക്കെ മാർഷൽ ആർട്സിന്റെ മാസ്റ്റർ എന്ന് പറഞ്ഞാലും ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു 10-20 പേരൊക്കെ എങ്ങനെയാണാ ഒരു 120 വയസ്സൊക്കെ ഉള്ള, 120 ഉണ്ടാന്ന് അറിഞ്ഞൂടാ, 120 ആ ഒരു റേഞ്ച് വയസ്സൊക്കെ ഉള്ള ഒരാൾ അടിച്ചിരുന്നത്. തുടക്കത്തിലൊക്കെ നമുക്ക് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക, കുത്ത് അറി അവിടെ കുത്ത് ഇവിടെ, ഇത് മൊത്തം മറ്റേതാണ് കേട്ടോ, മൊത്തം കുത്തുകളാണ്. എവിടെയൊക്കെ കുത്ത്, അത് പല രീതിയിലാണ് കുത്ത്. ഇങ്ങനെ അടിച്ച ആള് ചത്തുപോവും. പിന്നെ എന്തെങ്കിലും മറ്റേ ചപ്പാത്തി കോലെടുത്ത് മുതുകിലിട്ട് എറിഞ്ഞു കൊടുത്ത ആള് നടുവൊടിഞ്ഞ് നടക്കും. അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. ടെക്നോളജി കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്. മറ്റേ മനുഷ്യദേഹത്തിന്റെ ഉള്ളിൽ കൂടിയായിട്ട് എവിടെയൊക്കെയാണ് ഇത് കുത്തേണ്ടത് അങ്ങനത്തെ ഇത് കാണിക്കൂലേ, എന്തിനാണ് അതിന് പറയണേ, മർമ്മങ്ങൾ കാണിക്കൂലേ, അതൊക്കെ കറക്റ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണിച്ചൊക്കെ പോയിട്ടുണ്ട്. എന്തിനോ വേണ്ടി തിളക്കണ സാമ്പാർ. ഞാനാണെങ്കിൽ എൻ്റെ 2 കൂട്ടുകാരെ വിളിച്ചോണ്ട് പോയി. അതിൽ ഒരുത്തനാണെങ്കിൽ ഇന്നലെ രാത്രി 2 മണിക്ക് 2:30 എന്താ തുടങ്ങിയിട്ട് 5:30 ആയപ്പോ ഇന്ത്യൻ സിനിമ കണ്ടു തീർത്തിട്ടാണ് ആ ഇന്ത്യൻ ടൂന് കാണാൻ കയറി. ഉറക്കമില്ലായിരുന്നു പാവത്തിന്. ഞാൻ വിളിച്ചോണ്ട് പോയിട്ട് അപരാധിച്ച് വെച്ചിരിക്കണം പടം. ഒന്നും പറയില്ല, തിരുപതിയായി. പിന്നെ 2 നടിമാരെന്തരം ഉണ്ട്, എന്തിനു വേണ്ടി. സമുദ്രകന്യൊക്കെ ഉണ്ട് കേട്ടോ പടത്തില്. ഇങ്ങനെ ആദ്യം നല്ല പച്ച മനുഷ്യൻ, അവസാനം ടോട്ടലി ഒന്നും പറയില്ല. കമലഹാസനൊക്കെ ഒരു മറ്റേ യൂണിസൈക്കിളാ, എന്തൊരു ഒരു സൈക്കിളുണ്ട്, മറ്റേ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ പോണ ഒരു സൈക്കിളില്ലേ, അതിലൊക്കെ നിന്ന് കാണിക്കലാണ്. നാട് മൊത്തം പുള്ളി കറങ്ങുന്നുണ്ട്. പിന്നെ കുറെ ലോജിക് വൈസ് ഞാൻ നോക്കുന്നില്ല, പക്ഷെ കുറെ പൊട്ടത്തരങ്ങൾ പടത്തിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മെയിൻ റോഡിന്റെ നടുക്ക് CCTV ക്യാമറ, പിന്നെ ചാടിച്ചാവുന്ന പെണ്ണ് പറന്നു പോയി ചാവുന്നു, പിന്നെ ഈ ട്രെയിനിൽ തലവെക്കാൻ പോണവൻ ട്രാക്കിലേക്ക് കിടക്കുന്നു, അപ്പൊ ട്രെയിൻ മോളിൽ കൂടി ചിലപ്പോൾ ചാവുമായിരിക്കില്ലേക്ക്. അതൊന്നുമല്ല, പൊട്ടത്തരങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പടത്തിൽ, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ലോജിക്കൊക്കെ ഒരു പരിധി വരെ, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ലോജിക്കൊക്കെ ഒരു പരിധി വരെ തള്ളി വെച്ചിട്ടാണ് ഞാൻ പടം കാണാൻ പോകാറ്. കിഴങ്ങത്തരം ടോട്ടൽ എന്താ പറയാ, മറ്റേ എന്തിനാ അതിന് പറഞ്ഞത്, ബ്ലണ്ടർ കാണിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് പറയേണ്ടത്. അടുത്ത ഇന്ത്യൻ 3 ഉണ്ട്. ഇന്ത്യൻ 3 ഞാൻ എന്തായാലും കാണും. ഇപ്പൊ എന്തൊക്കെ തൊല്ല പറഞ്ഞാലും അടുത്ത പടത്തിന് ഞാൻ എന്തായാലും പോയിരിക്കും, അത് ഉറപ്പാണ്. കണ്ടു നോക്കാളെ. കാജൽ അഗർവാളൊക്കെ ഉണ്ടെന്ന്, സോറി അവര് ട്രെയിലർ സ്പോയിലർ ആക്കിയാണ്. ഞാൻ ട്രെയിലർ അവർ ഇറക്കിയിട്ട് പോലും ഇല്ല.
ഐ എം സോറി. പക്ഷേ വേസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. പിന്നെ നമ്മുടെ മറ്റേ അവനുണ്ട്, ആദ്യം കുറച്ച് നേരമുണ്ട്, മറ്റേ ജയറാമിൻ്റെ മോനിലൂടെ പേരെന്തായിരുന്നു, മറ്റേ ഇതിലൊക്കെ ഉള്ളത്, പേരെനിക്ക് ഞാൻ മറന്നുപോയി. ആ മച്ചാനൊക്കെ ഉണ്ട് വെറുതെ അവിടെ, വെറുതെ ഇങ്ങനെ കുറച്ചാൾ ഇവിടെ കുറച്ചാൾ ഇങ്ങനെ പോകുന്നു, അവിടെ പ്രശ്നം ഉണ്ടാകുന്നു, ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നു. ഒന്നിനൊരു പ്രോപ്പർ കണക്ഷനോ ഒന്നും റിലേറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. കാരണം ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ സിനിമയാണെങ്കിൽ അതൊക്കെ അടിസ്ഥാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിസ്ഥാനമായിട്ട് ഇറക്കിയ ഒരു സിനിമയെന്ന് പറയാം. അത് കഴിഞ്ഞിപ്പോൾ കുറേ സിനിമകൾ ഇറങ്ങി. അപ്പോൾ അവർ രണ്ടാം ഭാഗം ഇറക്കുമ്പോൾ ഇതിൽ നിന്നും കുറച്ചും കൂടി കറപ്ഷനും സാധനങ്ങളൊക്കെ തന്നെ, ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ഇറക്കാൻ ഡയറക്ടർ ശ്രമിക്കാമായിരുന്നു. എനിക്ക് പറയാനേ പറ്റുള്ളൂ. എനിക്ക് മറ്റേ അറിവോ പരിജ്ഞാനമോ മറ്റേ വിദ്യകളോ ഒന്നും അറിഞ്ഞുകൂടാ. എന്നാലും നമ്മൾ സിനിമ കാണുന്ന ഒരു ഇതിൽ പറയണതാണ്. ഇതിപ്പോൾ കോടാനകോടി ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷെ എല്ലാവരും പറയാറില്ല. എനിക്കിങ്ങനെ പറയാൻ തോന്നിയത് കൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറേ വിജയപടത്തിൽ കണ്ടതും രജനീകാന്ത് സിനിമകളിൽ കണ്ടതും അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടതായിട്ട് കൂട്ടിച്ചേർത്ത് എന്നാൽ അവരാധിച്ച് കാക്കാശിൻ്റെ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പടം. അങ്ങേരെന്തോ 10-40 മിനിറ്റ് എന്തോ ഉള്ളൂ എന്നുള്ളൂ, ബാക്കിയൊക്കെ കണ്ടവരാണ് കൊണ്ടാടുന്ന പടം. വിവേകിനെയും വേണുചേട്ടനൊക്കെ AI ചെയ്ത് വെച്ചാൽ വൻ ഷിറ്റായിരുന്നു, പറയാതിരിക്കാൻ പോയി, ഞാൻ പറഞ്ഞു. പിന്നെ ഒരു ഇതുണ്ട്, എന്താ ഒരു സമ്മറി ഉണ്ട് പടത്തിന്. കറപ്ഷൻ കാണിക്കുന്നത് സ്വന്തം തന്തയായാലും തള്ളയായാലും മക്കള് പെടുത്തണം, അവരെ വിജിലൻസിനെ വിളിക്കണം, അവരെ വന്ന് പെടുത്തണം, അവരെ പിടിച്ച് ഉള്ളിലാക്കണം, പടം പറയണം. സിനിമ. ബൈ ബൈ.